ആരോഗ്യമേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുന്തിയ പരിഗണന. ചേർത്തല നഗരസഭാ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി അവതരിപ്പിച്ചു. ബഡ്ജറ്റ് ചേർത്തലയുടെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുമെന്ന് ചെയർപേഴ്സൺ S. സോബി. ചേർത്തല നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരിയാണ് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് S. സോബിന്റെ അധ്യക്ഷതയിലായിരുന്നു ബഡ്ജറ്റ് യോഗം ചേർന്നത്. 77,52,52,065 രൂപ വരവും 75,91,94,191 രൂപ ചിലവും 1,61,57,874 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. 5 വർഷക്കാലം കൊണ്ട് ചേർത്തല നഗരത്തെ അടിമുടി മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചേർത്തല നഗരത്തിന്റെ വിപുലമായ പശ്ചാത്തല സൗകര്യ വികസനം ലക്ഷ്യമിട്ട് സമഗ്ര ഗതാഗത പ്ലാൻ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉതകുന്ന തരത്തിൽ നടപ്പാതകളുടെ ശൃംഖല സൃഷ്ടിക്കൽ, AS കനാൽ വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കൽ, കനാൽ GIS മാപ്പിംഗ്, തോടുകൾക്ക് ആഴം കൂട്ടൽ എന്നിവയ്ക്കായി 81 ലക്ഷം മാറ്റിവെച്ചു. ചേർത്തല മൊബിലിറ്റി ഹബ്ബ് സ്ഥാപിക്കാൻ 1 കോടി, ചേർത്തലയെ കനാൽ നഗരമായി വികസിപ്പിക്കാൻ 80 ലക്ഷം, മണികണ്ഠനാറും പരിസരവും വിനോദസഞ്ചാര ടൗൺഷിപ്പായി വികസിപ്പിക്കൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാനായി 5 ലക്ഷം രൂപ മാറ്റിവെച്ചു. ചേർത്തല നഗരത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിന് 1.5 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. വികസനത്തിന് ആകെ 11.3 കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ചേർത്തല ബോയ്സ് സ്കൂൾ നവീകരണ പദ്ധതിക്കായി 25 ലക്ഷം, വൈക്കം ചേർത്തല ബോട്ട് സർവീസ് ആരംഭിക്കൽ, വൈറ്റില ചേർത്തല ബോട്ട് സർവീസ് ആരംഭിക്കൽ എന്നിവയ്ക്കായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. TB പരിസരം ടൂറിസം സ്പോട്ടാക്കി മാറ്റുക, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കും പണം വകയിരുത്തി. താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾക്ക് മാത്രമായി 1,23 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ MRI സ്കാനിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ 30 ലക്ഷം രൂപ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി സംവിധാനത്തിനായി 5 ലക്ഷം രൂപയും, വാർഡുകളിൽ ഹെൽത്ത് ക്ലബ്ബുകളുടെ രൂപീകരണം, സൂംബ, യോഗ പരിശീലനം എന്നിവയ്ക്കായി 4 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. ഹോമിയോ ആശുപത്രിയിലൂടെ നടപ്പാക്കുന്ന ഓർമ്മക്കൂട്ട് പദ്ധതി വിപുലപ്പെടുത്തും. ജീവിതശൈലി രോഗങ്ങൾ സർവ്വസാധാരണമായ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഹോമിയോ ആയുർവേദ ആശുപത്രിയുടെ സേവനങ്ങൾ ലഭ്യമാക്കി അതിനെ ചെറുക്കാൻ പദ്ധതി ആവിഷ്കരിക്കാനും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ട്. ചേർത്തല നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചതെന്ന് ചെയർപേഴ്സൺ S. സോബിൻ പറഞ്ഞു. മുനിസിപ്പൽ ചരിത്രത്തിലെ 22ാമത്തെ ബഡ്ജറ്റുമാണ് ഇന്ന് പ്രിയങ്കരിയായ വൈസ് ചെയർപേഴ്സൺ വത്സലകുമാരി ടീച്ചറിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമായും നഗരാസൂത്രണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ്. ചേർത്തലയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പഠിച്ച് അതിന് അനുയോജ്യമാകുന്ന രീതിയിൽ ഉള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആവശ്യമായ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം ബഡ്ജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. ഇത് അഭിനന്ദനാർഹമാണ്. കാര്യം ഒരു നഗരത്തിൻ്റെ വികസനം എപ്പോഴും നല്ല രീതിയിലുള്ളൊരു പഠനത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരിച്ചടികൾ നമുക്ക് നേരിടേണ്ടി വരും. പ്രധാനമായും 4 മേഖലയായി കിടക്കുന്ന ഈ നമ്മുടെ നഗരം ഏറ്റവും ശോചനീയ അനുഭവിക്കുന്ന നെടുമ്പ്രക്കാട്ട് പോലുള്ള പ്രദേശങ്ങളിൽ കായലിൻ്റെ സൈഡിലായി വെള്ളക്കെട്ടും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും എപ്പോഴും അടിക്കടി നേരിടേണ്ടി വരുന്ന വാർഡുകൾക്ക് പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ട് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നഗരാസൂത്രണത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മുന്നിരിപ്പ് 5,76,15,075 രൂപ ഉൾപ്പെടെ തന്നാണ്ടിലെ ആകെ വരവ് 77,53,52,065 രൂപയാണ്. ചെലവായി കണക്കാക്കുന്നത് 75,91,94,191 രൂപ. നീക്കിയിരിപ്പായിട്ട് പ്രതീക്ഷിക്കുന്നത് 1,61,57,874 രൂപ. ഇതിൽ നഗരാസൂത്രണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. 11,03,00,000 രൂപയാണ് നഗരാസൂത്രണത്തിന് നീക്കിവെച്ചിട്ടുള്ളത്. ചെയർപേഴ്സൺ S. സോബിൻ, വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അദീന രാജു, ബീന അജി, S. സനീഷ്, ധന്യമോൾ, ടോമി എബ്രഹാം,
മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ സുജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.